ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 9ാം ക്ലാസ്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള പെയേഴ്സ് ഓഫ് ഇക്വേഷൻസ് അഥവാ സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്ററായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അടുത്തതായിട്ട് നമുക്ക് പേജ് നമ്പർ 14 ചോദ്യങ്ങളാണ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇവിടെ നോക്കുക. ദ പ്രൈസ് ഓഫ് 4 pens and 3 pencil is 66 rupees. 4 പേനയ്ക്കും 3 പെൻസിലിനും 66 രൂപയാണ്. പിന്നെ എന്താ പറഞ്ഞത്? ദ പ്രൈസ് ഓഫ് 7 pens and 3 pencils. 7 പേനയ്ക്കും 3 പെൻസിലിനും. അപ്പം പേനയുടെയും പെൻസിലിൻ്റെയും എണ്ണം മാറുമ്പം അവയുടെ വിലയ്ക്കും മാറ്റം വന്നു അല്ലേ? 66 എന്നുള്ളത് 111 രൂപയായി. അങ്ങനെയാണെങ്കിൽ ഒരു പെന്നിനും ഒരു പെൻസിലിനും അല്ലേ, ഒരു പേനയ്ക്കും ഒരു പെൻസിലിനും എത്ര രൂപയെന്നാണ് നമ്മളോട് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾ നമുക്കറിയാം, എന്തെങ്കിലും 2 കാര്യങ്ങൾ കാണാൻ വേണ്ടി ചോദ്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് കാണേണ്ടതെന്ന് വെച്ചാൽ അതിന് ഒന്നിന് എക്സും ഒന്ന് വൈയും ആയിട്ട് എടുക്കും. അതല്ലേ നമ്മൾ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് ഇവിടെ ആദ്യം പെന്നിൻ്റെ വില ചോദിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ പേനയുടെ വില, ഒരു പേനയുടെ വില നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? എക്സ് ആക്കി എടുക്കുന്നു. ലെറ്റ് പ്രൈസ് ഓഫ് എ പെൻ, ഒരു പെന്നിൻ്റെ വില എത്ര രൂപയാണ്? എക്സ് റുപ്പീസ്. അല്ലെങ്കിൽ മലയാളത്തിൽ എന്തെഴുതാം? ഒരു പേനയുടെ വില നമുക്ക് എന്തെഴുതാം? എക്സ് രൂപ എന്ന് എഴുതാം. അടുത്തതോ പെൻസിലിൻ്റെ വില ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? പ്രൈസ് ഓഫ് എ പെൻസിൽ എഴുതിക്കൂടെ? പ്രൈസ് ഓഫ് എ പെൻസിൽ ഈക്വൽ ടു പെന്നിൻ്റെ വില എക്സും പെൻസിലിൻ്റെ വില വൈയും അല്ലേ. അതായത് ഒരു പെൻസിലിൻ്റെ വില നമുക്ക് എന്താക്കി എടുക്കാം? വൈ ആയിട്ട് എടുക്കാം. ഇനി നമ്മൾ ചോദ്യത്തിൽ തന്നതിനനുസരിച്ച് ഇക്വേഷൻസ് ഉണ്ടാക്കണം. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒന്നിന് എക്സ് എന്ന് വിളിക്കാം, ഒന്നിന് വൈ എന്ന് വിളിക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 2 സമവാക്യങ്ങൾ രൂപീകരിക്കണം. അതായത് ഒരു പെയർ ഇക്വേഷൻ ഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ്റെ ആദ്യ സെൻറ്റൻസിൽ നിന്ന് നിങ്ങൾക്ക് ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ സെൻറ്റൻസിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് ചോദ്യം വായിച്ച് നോക്കിയാൽ നമുക്ക് ഇക്വേഷൻ കറക്റ്റ് കിട്ടും. ഒന്നാമത്തെ സെൻറ്റൻസ് എന്താ? 4 പെന്നിനും 3 പെൻസിലിനും 66 രൂപ അല്ലേ. 4 pens 3 pencils എന്നാണ് പറഞ്ഞത്. അപ്പം ഒരു പെന്നിന് എക്സ് രൂപയാണ്. അപ്പം 4 പെന്നിന് എത്ര രൂപയാവും? ഒരു പെന്നിന് എക്സ് രൂപയാണെങ്കിൽ 4 പെന്നിന് 4x രൂപയല്ലേ ആവുക? ഡൗട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടെ 66 രൂപ എന്നാണ് പറഞ്ഞത്. അപ്പം 4 പെൻസിലിന് 4x, 4 പെന്നിൻ്റെ വില 4x എന്ന് വരും അല്ലേ. അതിൻ്റെ കൂടെ എന്ത് കൂട്ടണം? 3 പെൻസിലിൻ്റെ വില. 3 പെൻസിൽ, ഒരു പെൻസിലിന് y രൂപയാണെന്ന് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. അപ്പം 3 പെൻസിലിന് എത്ര വരും? 3 y എന്ന് വരും. കറക്റ്റ് അല്ലേ? 4 പെൻസിലിന് 4x, 4 പെന്നിന് 4x, 3 പെൻസിലിന് 3 y എന്ന് വരും. ഈക്വൽ ടു എത്ര രൂപയാ? 66 രൂപ. ഇത് ഇക്വേഷൻ നമ്പർ 1. അടുത്ത സെൻറ്റൻസ് വായിച്ച് നോക്ക്. 7 പെന്നിനും 3 പെൻസിലും. അപ്പോൾ നമ്മൾ എന്തെഴുതുന്നു? ഒരു പെന്നിന് എക്സ്, അപ്പോൾ 7 പെന്നിന് 7x അല്ലേ. ഇതിൻ്റെ കൂടെ എന്താ കൂട്ടുന്നത്? പെന്ന് മാത്രമല്ല വാങ്ങിയത്, നമ്മൾ പെൻസിലും വാങ്ങിയിട്ടുണ്ട്. എത്ര പെൻസിലാ? 3 പെൻസിൽ. പെൻസിലിൻ്റെ വിലയ്ക്ക് വ്യത്യാസമല്ലേ അല്ലേ. അപ്പോൾ എത്ര രൂപയായി? 111 രൂപ. 2 ഇക്വേഷനും ഫോം ചെയ്തല്ലോ. അതായത് 4 പെൻസിലിനും 4 പെന്നിനും 3 പെൻസിലിനും കൂടെ 66 രൂപ. അപ്പോൾ നമുക്ക് 4 പെന്നിൻ്റെത് 4x പ്ലസ് 3 പെൻസിലിൻ്റെത് 3y. ഓക്കെ അല്ലേ. അടുത്ത ക്വസ്റ്റ്യനിൽ അടുത്ത ഇക്വേഷൻ എങ്ങനെയാണ് പറഞ്ഞത്? 7 പെന്നിനും 3 പെൻസിലിനും. അപ്പോൾ 7x പ്ലസ് 3y ഈക്വൽ ടു 111. ഇനി നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 2 ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെക്ക് ചെയ്യണം. കഴിഞ്ഞ ക്ലാസ് കേൾക്കാത്തവർ കേൾക്കുക. അതിൽ നമ്മൾ ബേസിക്കായിട്ട് കുറേ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇക്വേഷൻ 2 ഇക്വേഷൻ കിട്ടിയാൽ എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എക്സിൻ്റെ കൂടെയുള്ള നമ്പേഴ്സ് സെയിം ആണോ നോക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയും. എക്സിൻ്റെ കൂടെ ഇവിടെ 4 ആണ്, ഇവിടെ എക്സിൻ്റെ കൂടെ ആരാ? 7 ആണ്. രണ്ടും 2 നമ്പർ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? വൈയിലേക്ക് പോകാം. എക്സിൻ്റെത് രണ്ടും 2 ആയതുകൊണ്ട് അത് നടക്കില്ല. അപ്പോൾ നമ്മൾ വൈൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കുക. വൈൻ്റെ കൂടെ ഇവിടെ 3 അല്ലേ, 3. നെക്സ്റ്റും വൈൻ്റെ കൂടെ ആരാ? 3 തന്നെയാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ നോക്ക്, വൈൻ്റെ കൂടെയുള്ള നമ്പേഴ്സ് സെയിം ആയി. നമുക്ക് നോക്കേണ്ടത് ഒന്നില്ലെങ്കിൽ എക്സിൻ്റെ കൂടെയുള്ളത് ഇത് രണ്ടും സെയിം ആവണം, അല്ലെങ്കിൽ ഇത് രണ്ടും സെയിം ആവണം. ഏതെങ്കിലും ഒന്ന് നിർബന്ധമാണ്. ക്ലിയർ ആയല്ലോ? അതെന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഈ 3 വൈയിൽ നിന്ന് 3 വൈ കുറച്ചാൽ എന്താ സംഭവിക്കുക?
3y മൈനസ് 3y 0 ആയി പോവില്ലേ? അപ്പോൾ ഈ y എന്നുള്ള ടേമേ അവിടെ ഇല്ലാതായില്ലേ? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എക്സ് കണ്ടുപിടിക്കാം അല്ലേ? അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ 3yയിൽ നിന്ന് 3y കുറച്ചാൽ നമുക്ക് 0 ആവും. അപ്പം നിങ്ങൾ നോക്ക്, നമുക്ക് ഇവിടെ 111 66 വലുത്? 111 വലുത്. അപ്പോൾ നമ്മൾ വലിയ നമ്പർ മുകളിൽ എപ്പോഴും എഴുതുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കാനല്ലേ എളുപ്പം. വലിയ നമ്പറിൽ നിന്ന് ചെറിയ നമ്പർ കുറയ്ക്കുന്നതാണ് കുറച്ചുകൂടി സൗകര്യം അല്ലേ? അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ എഴുതുന്നത് 7x + 3y = 111. ഈ ഇക്വേഷനിൽ നിന്ന് ഞാൻ സബ്ട്രാക്റ്റ് ചെയ്യുന്നു. എപ്പോഴും നമ്മൾ കുറയ്ക്കുന്നു. എന്താ കുറയ്ക്കുന്നത്? 4x + 3y രണ്ടാമത്തെ ഇക്വേഷൻ കുറയ്ക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ സാധാ കുറയ്ക്കുന്ന പോലെ കുറയ്ക്കാം. എല്ലാവർക്കും സബ്ട്രാക്റ്റ് ചെയ്യാൻ അറിയാലോ? അറിയാത്തവരില്ലല്ലോ. 7xൽ നിന്ന് 4x കുറച്ചാൽ എത്രയാ? 7x ഇവിടെ മൈനസ് ചെയ്യുന്നു. 4x 7ൽ നിന്ന് 4 കുറച്ചാൽ 3 ആണല്ലോ. അപ്പോൾ 7xൽ നിന്ന് 4x കുറച്ചാൽ ബാക്കി എത്ര x ഉണ്ടാവും? 3x ഉണ്ടാവും. ഇനി ഇവിടെ നോക്ക്, 3y മൈനസ് 3y. 3yയിൽ നിന്ന് 3y കുറച്ചാൽ 0 പോവില്ലേ അല്ലേ? അപ്പോൾ അതെന്ത്? 0 എന്ന് കിട്ടി കേട്ടോ. ഇനി 111ൽ നിന്ന് 66 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 111 11 6 5 വരും അല്ലേ? പിന്നെ എത്ര വരും? 45 എന്ന് വരും. അപ്പോൾ 111ൽ നിന്ന് 66 കുറച്ചാൽ 45 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ 0ന് വിലയില്ല അല്ലേ? അത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 3x = 45. പ്രശ്നമൊന്നുമില്ലല്ലോ. നമുക്ക് 3x അല്ലല്ലോ കണ്ടുപിടിക്കേണ്ടത്, x അല്ലേ? അപ്പോൾ x = ഇവിടെ ഞാൻ എപ്പോഴും പറയാറുണ്ട് 3x എന്ന് പറഞ്ഞാൽ 3 × x ആണ് 3x. അപ്പം ഗുണിക്കണം എന്നുള്ള ചിഹ്നം വലത് ഭാഗത്തേക്ക് വന്നാൽ എന്താവും? ഹരിക്കണം എന്നാവും അല്ലേ? ഹരണമായിട്ട് മാറും. അപ്പം 45/3 എന്ന് വരും. ഡൗട്ടൊന്നുമില്ലല്ലോ. 45നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്ക്. 4ൽ എത്ര 3? 1 3 3. 4ൽ നിന്ന് 3 കുറച്ചാൽ 1 അല്ലേ? 5 ഇറക്കി എഴുതുന്നു. 15ൽ എത്ര 3? 5 3 15. അപ്പം നിങ്ങൾ നോക്ക്, എക്സിൻ്റെ വില നമുക്ക് എന്തെന്ന് കിട്ടി? 15 എന്ന് കിട്ടി. സിമ്പിളായിട്ട് കിട്ടിയില്ലേ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ എക്സ് കണ്ടുപിടിച്ചു. ഞാനിവിടെ ഒരു ഇക്വേഷനിൽ നിന്ന് ഒരു ഇക്വേഷൻ എന്തിനാ കുറച്ചത്? ഇവിടെ 3yയിൽ നിന്ന് 3y കുറഞ്ഞാൽ 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് 3y എന്നുള്ള ടേമേ പോയില്ലേ? y ഇല്ലാതായപ്പോൾ നമുക്ക് എക്സ് പെട്ടെന്ന് കിട്ടി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ കുറച്ചിട്ട് ഒരാളെ എലിമിനേറ്റ് ചെയ്ത് കളയും, ഒരാളെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് കിട്ടി. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ y കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, ആർക്ക് വേണമെങ്കിലും കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ 2 ഇക്വേഷനിൽ 1 2 എന്ന് പറഞ്ഞേ, അതിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇക്വേഷൻ സെലക്ട് ചെയ്യുക. ഏതായാലും കുഴപ്പമില്ല. ഞാൻ ഒന്നാമത്തത് തന്നെ സെലക്ട് ചെയ്യുന്നു. ആ ഇക്വേഷൻ ഒന്നുകൂടി എഴുതുകയാണേ. നമുക്ക് എക്സ് മാത്രം കിട്ടിയാൽ പോരാ, വൈയും കൂടെ കിട്ടണം. 2 അറിയാത്ത ആളുകളില്ലേ? അപ്പം ഞാൻ ആ ഇക്വേഷൻ ഒന്നുകൂടി എഴുതി. 4x + എന്ത് വരും? 3y = 111 അല്ലേ? 4x + 3y = 111 അല്ല, സോറി 66. ഒന്നാമത്തെ ഇക്വേഷൻ അല്ലേ? ഇവിടെ നമ്മൾ y കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സിൻ്റെ വില കിട്ടിയല്ലോ. എക്സ് എത്രയാ? 15. അപ്പം നിങ്ങൾ ഈ എക്സ് കാണുന്നിടത്ത് എന്ത് എഴുതുക? 15 എന്ന് എഴുതുക. 4x എന്ന് പറഞ്ഞാൽ 4 × x അല്ലേ? 4x. 4x എന്ന് പറഞ്ഞാൽ 4 × x ആണ്. അപ്പം 4xന് പകരം ഞാൻ എന്തെഴുതുന്നു? 15 നമ്മൾ കണ്ടുപിടിച്ചതാ അല്ലേ? പ്ലസ് y നമുക്കറിയില്ല, അപ്പോൾ yനെ y എന്ന് തന്നെ എഴുതുന്നു. = 66. ഓക്കെ. ഇനി 4 × 15 എത്ര വരും? 4 15. 4 × 15 ചെയ്താൽ 60 എന്ന് വരും. പ്ലസ് 3y = 66. ഇപ്പം നിങ്ങൾ നോക്ക്, ഈ ഇക്വേഷനിൽ നിന്ന് എക്സ് പോയിട്ട് y മാത്രമായില്ലേ? എക്സ് എങ്ങനെയാണ് പോയത്? എക്സിൻ്റെ വില നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു അല്ലേ? എക്സിൻ്റെ വില എത്രയാണ് അവിടെ കിട്ടിയത്? 15 എന്ന് കിട്ടി. ആ വില നമ്മൾ എവിടേക്ക് കൊടുക്കുകയാണ് ചെയ്തത്? ഈ ഒന്നാമത്തെ ഇക്വേഷനിലേക്ക് കൊടുത്തു. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? നമുക്ക് എക്സ് മാത്രം ചെയ്താൽ മതിയോ? നമുക്കിവിടെ ഒരു y എടുത്ത് വെച്ചിട്ടില്ലേ? ആ yൻ്റെ വാല്യൂ കൂടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടുന്ന് നമുക്കറിയാം +60. ഇനി ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. നമുക്ക് y കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ y ഉള്ള 3y എന്ന് പറയുന്ന ടേം ഞാൻ ഇവിടെ തന്നെ വെച്ച്. ഇനി +60നെ വലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് 60 ആവും? -60. അപ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, വലത് ഭാഗത്തുള്ള ഈ 66 ആദ്യം എഴുതണം, നിർബന്ധമാണ്. വലത് ഭാഗത്തുള്ളത് എഴുതിയിട്ടേ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ +60 വലത്തേക്ക് പോകുമ്പോൾ -60. 3y = 66ൽ നിന്ന് 60 കുറച്ചാൽ എത്രയാ? 6 എന്ന് കിട്ടും അല്ലേ?
ഇനി നമുക്കറിയാലോ വൈ അല്ലേ കണ്ടുപിടിക്കേണ്ടത്, 3 വൈ അല്ലല്ലോ. അപ്പോൾ ഈ 3 ഇവിടെ നിന്ന് ഒഴിവാക്കണം. 3 എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു വൈ ആണ് 3 വൈ അല്ലേ. 3 ഇൻറ്റു വൈ അല്ലേ 3 വൈ. അപ്പോൾ നമുക്ക് ഇൻറ്റു 3 വലത്തേക്ക് പോകുമ്പോൾ എന്ത് വൈ ആവും? എന്ത് 3 ആവും? ഡിവൈഡഡ് ബൈ 3 ആവും അല്ലേ. ഗുണനം വലത്തേക്ക് പോകുമ്പോൾ ഹരണമാവും. അപ്പോൾ 6/3. 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്രയാണ്? 2 എന്ന് വരും. അപ്പോൾ നമുക്ക് വൈ കിട്ടിയല്ലോ. നിങ്ങൾ നോക്ക്, എക്സും കണ്ടുപിടിച്ചു വൈയും കണ്ടുപിടിച്ചു. ആദ്യം നമുക്ക് എക്സ് കിട്ടി. ആ എക്സിൻ്റെ വില ഒരു ഇക്വേഷനിൽ കൊടുത്തപ്പോൾ വൈ കിട്ടി. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് കേട്ടോ. ഒന്നുമില്ല, നമുക്ക് അറിയുന്നതൊക്കെ ചെയ്യാം. എന്നിട്ട് ഓരോന്ന് വലത്ത് ഭാഗത്തേക്ക് മാറ്റി കൊടുത്താൽ ആൻസറായി. അപ്പോൾ നിങ്ങൾ നോക്ക്, എക്സ് എന്ന് പറയുന്നത് ആരായിരുന്നു? നമ്മൾ ചോദ്യത്തിൽ എക്സ് കാണുക വൈ കാണുക എന്ന് വല്ലതും ഉണ്ടോ? ഇല്ല. ഒരു പേനയുടെ വിലയും ഒരു പെൻസിലിൻ്റെ വിലയും കാണാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എക്സ് ആയിട്ട് എടുത്തത് ആരെയാ? ഒരു പേനയുടെ വിലയല്ലേ. അപ്പോൾ എക്സിൻ്റെ വില 15 ആണെങ്കിൽ പേനയുടെ വില നമുക്ക് എന്തെന്ന് എഴുതാം? 15 എന്ന് എഴുതിക്കൂടെ അല്ലേ. ഒരു പേനയുടെ വില സമം അല്ലെങ്കിൽ പ്രൈസ് ഓഫ് എ പെൻ ഈക്വൽ ടു എത്രയാ? 15 രൂപ അല്ലേ. നമ്മൾ എക്സ് എന്ന് എടുത്തത്. അപ്പോൾ 15 രൂപ അല്ലെങ്കിൽ 15 റുപ്പീസ് എന്ന് എഴുതാം. ഇനി വൈ എന്ന് പറയുന്നത് ആരെ വിലയായിരുന്നു? ഒരു പെൻസിലിൻ്റെ വിലയായിരുന്നു. അപ്പോൾ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം മാറ്റി എഴുതുക. പെന്നിൻ്റെയും പെൻസിലിൻ്റെയും വില ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതന്നെ ആൻസർ ആയിട്ട് എഴുതണം. ഒരു പെൻസിലിൻ്റെ വില അല്ലെങ്കിൽ എന്ത് വരും? പ്രൈസ് ഓഫ് എ പെൻസിൽ ഈക്വൽ ടു എന്ത് എഴുതും? പെൻസിൽ എന്ന് പറയുന്നത് എന്തായിരുന്നു? വൈ ആണ് അല്ലേ. പെൻസിലിൻ്റെ വില വൈ എന്ന് എടുത്തത്. അപ്പോൾ വൈൻ്റെ ഉത്തരം 2 എന്നല്ലേ കിട്ടിയത്. അപ്പോൾ ഒരു പെൻസിലിന് എത്ര രൂപയാണെന്ന് നമുക്ക് എഴുതാം? വൈ എന്ന് എഴുതാം അല്ലേ. സോറി, വൈ അല്ല, പെൻസിലിൻ്റെ വില 2 രൂപ എന്ന് എഴുതാം. വൈ ആണ് പെൻസിൽ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നിങ്ങൾ ചോദ്യത്തിൻ്റെ ഉത്തരമായില്ലേ. നോക്ക്, ഒരു പെൻസിലിൻ്റെ വിലയും കിട്ടി, ഒരു പെന്നിൻ്റെ വിലയും കിട്ടി. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ചോദ്യത്തിൽ നിന്ന് ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ 2 ഇക്വേഷൻസ് ഫോം ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അറിയാത്തതിന് ഒന്ന് എക്സ് എന്നും ഒന്ന് വൈ എന്നും വിളിക്കും. എന്നിട്ട് ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷനും രണ്ടാമത്തെ സെൻറ്റൻസിൽ നിന്ന് രണ്ടാമത്തെ ഇക്വേഷനും കിട്ടും. എന്നിട്ട് അത് തമ്മിൽ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ എക്സിൻ്റെ കൂടെയുള്ള നമ്പർ സെയിം ആവുക, അല്ലെങ്കിൽ വൈൻ്റെ കൂടെയുള്ള നമ്പർ സെയിം ആവുക. ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് വേറെ പണിയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഭാഗ്യത്തിന് വൈൻ്റെ കൂടെ ഉള്ളത് സെയിമാണ്. അപ്പോൾ നമ്മൾ ഒരു ഇക്വേഷനിൽ നിന്ന് മറ്റേ ഇക്വേഷൻ സബ്ട്രാക്റ്റ് ചെയ്യുന്നു, വൈ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? വലിയ നമ്പറിൽ നിന്ന് ചെറുത് കുറയ്ക്കാനാണ് നമുക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ ഞാൻ വലിയ നമ്പർ മുകളിലും ചെറിയ നമ്പർ താഴെയും വരുന്ന രീതിയിൽ എഴുതി. ഇനി 3 വൈയിൽ നിന്ന് 3 വൈ കുറച്ചപ്പം 0 അപ്പോൾ അതവിടെ കഴിഞ്ഞു അല്ലേ. ഇനി 7 എക്സിൽ നിന്ന് 4 എക്സ് കുറച്ചപ്പോൾ 3 എക്സ്, 111 നിന്ന് 66 കുറച്ചപ്പോൾ 45. അപ്പം 3 എക്സ് സമം 45 ഇൻറ്റു 3 വലത്തേക്ക് പോയപ്പോൾ ബൈ 3 ആയി. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. ഇനി വൈ കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഈ 2 ഇക്വേഷനിൽ നിന്ന് ഇഷ്ടമുള്ള ഇക്വേഷൻ സെലക്ട് ചെയ്യാം. ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ സെലക്ട് ചെയ്തിട്ട് അവിടെ എക്സിന് പകരം എന്ത് കൊടുത്തു? നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 15 കൊടുത്തു. എന്നിട്ട് സാധാ പോലെ സോൾവ് ചെയ്തു. അപ്പോൾ പെൻസിലിൻ്റെ വിലയും കിട്ടി, പെന്നിൻ്റെ വിലയും കിട്ടി. ഓക്കെ അല്ലേ. ഇനി പെട്ടെന്ന് നമുക്ക് രണ്ടാമത്തെ ചോദ്യം കൂടെ ചെയ്യാം. ഇവിടെ ഒരു ചതുരത്തിൻ്റെ ചോദ്യമാണ്. പക്ഷേ ചോദ്യം കുറച്ച് ലെങ്തി ചോദ്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിങ്ങൾക്ക് എല്ലാം കൂടി പറഞ്ഞ് ഇപ്പോൾ കൺഫ്യൂഷൻ ആകുന്നില്ല. ഈ ചോദ്യം നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യാം. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അതുമല്ല കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ നമ്മൾ റെക്റ്റാങ്കിളൊക്കെ വരച്ച് കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. Okay, bye. Thank you.